നമസ്കാരം. നാസിക് TCS ലവ് ജിഹാദ് കേസിലെ നിത ഖാൻ ഒളിവിൽ താമസിച്ച മുംബൈയിലെ വീട് ഛത്രപതി സംഭാജി നഗർ മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ പൊളിച്ചു നീക്കി. ഇന്നലെ പുലർച്ചെ നടന്ന വൻ ഓപ്പറേഷനിലാണ് ഛത്രപതി സംഭാജി നഗർ മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ AIMMM കോർപ്പറേറ്റർ മദിൻ പട്ടേലിൻ്റെ കൗസർബാഗിലെ വീട് പൊളിച്ചു മാറ്റിയത്. ബുൾഡോസർ ഉൾപ്പെടെ എത്തിച്ചായിരുന്നു ഈ പൊളിച്ചു നീക്കൽ. പോലീസ് ഉദ്യോഗസ്ഥരുടെയും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെയും ഒരു പട തന്നെ ഒപ്പമുണ്ടായിരുന്നു. അനധികൃത നിർമ്മാണങ്ങളെന്ന് ആരോപിക്കപ്പെടുന്ന പട്ടേലിൻ്റെ 2 സ്വത്തുക്കളിൽ ഈ വീടും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഏപ്രിൽ 10 മുതൽ ഒളിവിലായിരുന്ന നാസിക് TCS കേസ് പ്രതി നിത ഖാൻ പട്ടേലിൻ്റെ ഉടമസ്ഥതയിലുള്ളതായി പറയപ്പെടുന്ന ഛത്രപതി സംഭാജി നഗറിലെ നരേഗാവ് പ്രദേശത്തെ ഒരു ബംഗ്ലാവിൽ നിന്നാണ് പിടിക്കപ്പെട്ടത്. ഇതിനെ തുടർന്ന് അധികൃതർ എത്തി വീട് പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് മെയ് 9-ന് കൗസർബാഗ് ഹൗസിലും അതേ പ്രദേശത്തെ ഒരു ഓഫീസിലും അനധികൃത നിർമ്മാണം നടത്തിയെന്നാരോപിച്ച് പട്ടേലിന് നഗരസഭ അധികാരികൾ നോട്ടീസ് നൽകിയിരുന്നു. പട്ടേലിൻ്റെ കുടുംബം ചൊവ്വാഴ്ച നഗരസഭയുടെ കയ്യേറ്റ വിരുദ്ധ സെല്ലിൽ രേഖകൾ സമർപ്പിക്കുകയും വിശദമായ മറുപടി നൽകാൻ 15 ദിവസത്തെ സമയം തേടുകയും ചെയ്തിട്ടും ഫലമുണ്ടായില്ല. കോർപ്പറേഷൻ നൽകിയ നോട്ടീസ് ഏകപക്ഷീയമായ പൊളിറ്റിക്കൽ നടപടികൾക്കെതിരായ സംരക്ഷണം നൽകുന്ന സുപ്രീം കോടതിയുടെ 2024 നവംബറിലെ വിധിയുടെ ലംഘനമാണെന്ന് കുടുംബം വാദിച്ചിരുന്നു. പൊളിക്കലിന് മുമ്പ് ചൊവ്വാഴ്ച രാത്രി AIMMM നേതാക്കൾ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു. ഇതേ സ്ഥലത്ത് പുതിയ വീട് വെച്ചു നൽകും എന്നാണ് നേതാക്കൾ പ്രഖ്യാപിച്ചത്. നാസിക് TCS കേസുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 10 മുതൽ ഒളിവിലായിരുന്ന നിത ഖാൻ മെയ് 7-ന് ഛത്രപതി സംഭാജി നഗറിലെ നരേഗാവ് പ്രദേശത്തെ ഒരു ഇരുനില ബംഗ്ലാവിൽ നിന്നാണ് അറസ്റ്റിലായത്. അവിടെ 4 ബന്ധുക്കളോടൊപ്പം അവർ താമസിച്ചിരുന്നു. ബംഗ്ലാവ് പട്ടേലിൻ്റെ ഉടമസ്ഥതയുള്ളതെന്നാണ് ആരോപണം. മജീദ് പട്ടേൽ എന്നറിയപ്പെടുന്ന മദിൻ മജീദ് ഷെയ്ഖ് AIMMM കോർപ്പറേറ്ററാണ്. കയ്യേറ്റം തെളിഞ്ഞാൽ അയോഗ്യത വരും. മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് പ്രകാരം കൗൺസിലറോ അവരുടെ പങ്കാളിയോ ആശ്രിതരോ നിയമവിരുദ്ധമായതോ അനധികൃതമായതോ ആയ നിർമ്മാണം നിർമ്മിച്ചതായി കണ്ടെത്തിയാൽ കൗൺസിലറെ അയോഗ്യനാക്കാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്.